അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കാർ സ്വദേശി മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മാറ്റം വരുത്തില്ലെന്നുമാണ് വിവരം. പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുമ്പോൾ പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വ്യാപാര കരാറിൽ ഇന്ത്യ സംയമനം പാലിക്കുമെന്നും സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഉൽപ്പന്നങ്ങളെ വ്യാപാര കരാറിന്റെ ഭാഗമാക്കും. ഇളവ് നൽകാവുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ആലോചനയുണ്ട്. എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയുമായി 6ാം ഘട്ട വ്യാപാര ചർച്ചകൾ ഓഗസ്റ്റ് പകുതിയോടെ നടക്കുമെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തു. തന്റെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് മോദി ആവശ്യപ്പെട്ടു. हम स्वदेशी का संकल्प लें. अब हम कौन सी चीजों को खरीदेंगे, कौन से तराजू से तोलेंगे? मेरे भाइयों बहनों, मेरे देशवासियों, अब हम कुछ भी खरीदें तो एक ही तराजू होना चाहिए. हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है. ട്രംപിന്റെ ഡെഡ് എക്കോണമി പരാമർശത്തിന് മറുപടിയായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്നും രാജ്യം പിന്നോട്ട് പോയില്ല. രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ വിലയെയും ആഗോള സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുക എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുന്നതാണ് ഇന്ത്യയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ശനിയാഴ്ച മാത്രം 62 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 38 പേർ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. US കരാറുകാരായ GSFന്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലായിരുന്നു ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പട്ടിണി കാരണം 7 പേരാണ് ഇവിടെ മരണപ്പെട്ടത്. ഇതോടെ ഗാസയിലെ ആകെ പട്ടിണി മരണം 169ആയി. ഇതിൽ 93 പേർ കുട്ടികളാണ്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇയാൾക്ക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. ഓഹരി വിപണിയിൽ ശേഖർ കുമാർ കോടികൾ ഇറക്കിയതായും സംശയമുണ്ട്. കേസിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. മകളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിൻ്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവമുണ്ടായത്. മേപ്പറമ്പ് സ്വദേശിയുടെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. പ്രദേശവാസിയായ ആഷിഖ്, ഇയാളുടെ സുഹൃത്ത് ഷെറീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഓട്ടോറിക്ഷ കത്തിച്ചത്. 15 വയസ്സുള്ള മകളെ ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു. ഓട്ടോ കത്തിച്ചതോടെ കുടുംബത്തിലേക്കുള്ള ഏക വരുമാന മാർഗമാണ് ഇല്ലാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. കുരുവമ്പാടം സ്വദേശി അശ്വിനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കടമ്പഴിപ്പുറം കനാൽ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. അശ്വിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനും ചിന്തകനുമായ VB അജയകുമാർ അന്തരിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 48 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 4 മണി വരെ കൊടുങ്ങല്ലൂരിലെ വസതിയിൽ പൊതുദർശനം വെച്ചു. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടന്നു. കണ്ണൂരിൻ്റെ ജനകീയ ഡോക്ടർ MK രായരുഗോപാലൻ അന്തരിച്ചു. അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം. പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്ക്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം.